ഷാഫി പറമ്പിലിന്റെ വിശ്വസ്തനെതിരെ KPCC പ്രസിഡന്റിന് വീട്ടമ്മയുടെ പരാതി. പാലക്കാട് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കൃഷ്ണനുണ്ണിക്കെതിരെയാണ് പരാതി നൽകിയത്. കൃഷ്ണനുണ്ണി കാരണം കുടുംബം തകർന്നെന്ന് പരാതിയിൽ വീട്ടമ്മ പറയുന്നു. ഷാഫി പറമ്പിലും VT ബൽറാമുമാണ് കൃഷ്ണനുണ്ണിയെ സംരക്ഷിക്കുന്നതെന്നും വീട്ടമ്മ. വിവരങ്ങളുമായി ഇപ്പോൾ സച്ചിൻ വള്ളിക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സച്ചിൻ, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക ആരോപണങ്ങളുടെ നാണക്കേട് വിട്ടൊഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പാണ് കൃഷ്ണനുണ്ണിക്കെതിരെയും പരാതി. ഈ കൃഷ്ണനുണ്ണി ഷാഫി പറമ്പിലിന്റെ വലങ്കൈയാണോ? തീർച്ചയായും അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പരാതിക്ക് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പാലക്കാട്ടെ കോൺഗ്രസിനെ പിടിച്ച് ഉലച്ചുകൊണ്ട് വീണ്ടും ആരോപണം വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും പാലക്കാട്ടെ ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ കൃഷ്ണനുണ്ണിക്കെതിരെയാണ് വീട്ടമ്മ പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ പ്രധാനമായും പറയുന്നത് കൃഷ്ണനുണ്ണി ഈ വീട്ടമ്മയുടെ മകനുമായി സൗഹൃദത്തിലായിരുന്നു. ഇത്തരത്തിലുള്ള സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കുടുംബം തകരാൻ പ്രധാനമായും കാരണം കൃഷ്ണനുണ്ണിയാണ് എന്ന കാരണമാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. വീട്ടമ്മയും കുടുംബവും കോൺഗ്രസ് അനുഭാവികൾ തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാലക്കാട് DCC പ്രസിഡന്റ്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ളവർക്ക് കഴിഞ്ഞ ആഗസ്റ്റ് മാസം പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ പകർപ്പാണ് ഇപ്പോൾ കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആരോപണമാണ് വീട്ടമ്മ പരാതിയിൽ പറയുന്നത്. ആ പരാതിയുടെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിക്കുമ്പോൾ ആ പരാതിയിൽ എന്തൊക്കെയാണ് അക്കമിട്ടെണ്ണുന്നത് ആ വീട്ടമ്മ? അജിംഷാദ്, വീട്ടമ്മയുടെ മകൻ, അതായത് മകൻ വിവാഹിതനാണ്. മകൻ്റെ ഭാര്യ അടക്കം പിണങ്ങിപ്പോകാൻ കാരണം കൃഷ്ണനുണ്ണിയാണ്. കൃഷ്ണനുണ്ണിക്ക് പല ആളുകളുമായി അവിഹിതമുണ്ട് എന്ന രൂക്ഷമായ കാര്യമാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയ രീതിയിൽ കോൺഗ്രസിനെ ഏറെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പരാതി തന്നെയാണ് കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അതേപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനടക്കമാണ് ഈ പരാതി അയച്ചിട്ടുള്ളത്. ഈ പരാതി DCC പ്രസിഡന്റുമായി കൈരളി ന്യൂസ് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ ഈ പ്രധാനമായും DCC പ്രസിഡന്റും പറയുന്നത് പരാതിയിന്മേലുള്ള അന്വേഷണം നടത്തി വരികയാണ് എന്ന കാര്യമാണ് DCC പ്രസിഡന്റും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ നിലവിൽ യാതൊരുവിധ നടപടികളോ ഈ കൃഷ്ണനുണ്ണിക്കെതിരെ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കൃഷ്ണനുണ്ണി VD സതീശൻ്റെയും VT ബൽറാമിൻ്റെയും അതേപോലെ തന്നെ ഷാഫി പറമ്പിലിൻ്റെയും ഏറ്റവും അടുത്ത പക്ഷത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ്. ഷാഫി പറമ്പിലിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ കൂടിയാണ് ഈ കൃഷ്ണനുണ്ണി എന്ന് പറയുന്ന ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി. അതിനാൽ തന്നെ ഷാഫി പറമ്പിലും VT ബൽറാമുമാണ് ഈ കൃഷ്ണനുണ്ണിയെ സംരക്ഷിക്കുന്നത് എന്ന കാര്യവും ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതിനാൽ തന്നെ ഇവർക്കെതിരെ, കൃഷ്ണനുണ്ണിക്കെതിരെ കൃത്യമായ രീതിയിൽ സംഘടനാപരമായും അതേപോലെ തന്നെ ഈ ഭാരവാഹിത്വത്തിൽ നിന്നടക്കം മാറ്റി നിർത്തണമെന്ന ആവശ്യം വീട്ടമ്മ ഉന്നയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കൃത്യമായ രീതിയിൽ ഇതിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്ന കാര്യമാണ് DCC പ്രസിഡന്റ് A തങ്കപ്പൻ വ്യക്തമാക്കിയിട്ടുള്ളത്. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റിനാണ് ഇത്തരത്തിൽ ഒരു പരാതി നിലവിൽ വീട്ടമ്മ അയച്ചിട്ടുള്ളത്. അജിംഷാദ്, തീർച്ചയായും, കാരണം ഈ പാലക്കാട് കോൺഗ്രസിനെ സംബന്ധിച്ച് നിരവധിയായ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിലാണ് കുടുംബം കലക്കികൾ, ഗർഭം കലക്കികൾ എന്നൊക്കെ പേരുകൾ വരുന്ന തരത്തിലേക്കുള്ള പ്രവർത്തികൾ. നോക്കൂ, ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ ഒരാൾ കൂടി എത്തുന്നു, അതും ഷാഫി പറമ്പിലിൻ്റെ ടീമിൽപ്പെട്ട ഒരാൾ തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ ഷാഫി പറമ്പിലിൻ്റെ ടീമിൽപ്പെട്ട മറ്റൊരാൾ കൂടി എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി എത്തുകയാണ്. നമുക്ക് ആ ചിത്രങ്ങളിൽ അറിയാം, ഇയാളുമായി സഹകരിച്ച് ഷാഫി പറമ്പിലും VT ബൽറാമും ഒക്കെ, എന്തിന് KC വേണുഗോപാലുമായി വരെ നിൽക്കുന്ന ആ പാർട്ടി സൗഹൃദത്തിൻ്റെ ചിത്രങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ കാണുന്ന ആളാണ് കൃഷ്ണനുണ്ണി, അല്ലേ സച്ചിൻ? തീർച്ചയായും അജിംഷാദ്, ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി ആയിരിക്കുന്ന സമയത്ത് ഒറ്റപ്പാലത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിരുന്നു കൃഷ്ണനുണ്ണി. അതിനാൽ തന്നെ നേതൃത്വത്തിൽ, അതായത് ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതൃത്വവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ കൂടിയാണ്. ഷാഫി പറമ്പിലിൻ്റെ വിശ്വസ്തനാണ്. ഷാഫി പറമ്പിലാണ് ഇത്തരത്തിൽ കൃഷ്ണനുണ്ണിയെ സംരക്ഷിക്കുന്നത് എന്ന കാര്യവും വീട്ടമ്മ ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ആരോപണം വന്നതിന് ശേഷവും കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അടക്കം പരാതി നൽകിയപ്പോൾ അതിന്
അതിനടക്കം ഷാഫി പറമ്പിലിൻ്റെയും വി ടി ബൽറാമിൻ്റെയും അടക്കം പേരുകൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നത്. അതിനാൽ തന്നെ തങ്ങളുടെ കുടുംബത്തിന്, തൻ്റെ മകന് അത്യാഹിതം സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദി കൃഷ്ണനുണ്ണിയാണ്. കൃഷ്ണനുണ്ണിയെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിലും അതേപോലെ തന്നെ വി ടി ബൽറാമുമാണ്. ഈ കൃഷ്ണനുണ്ണിക്കെതിരെ കൃത്യമായ രീതിയിൽ നടപടിയെടുക്കണം എന്ന കാര്യം കൂടി പരാതിയിൽ വീട്ടമ്മ ഉന്നയിക്കുന്നുണ്ട്. ഷാഫി പറമ്പിലിൻ്റെ ഏറ്റവും വിശ്വസ്തൻ കൂടിയാണ് കൃഷ്ണനുണ്ണി എന്ന കാര്യത്തിൽ നേരത്തെ അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ ഈ ഫേസ്ബുക്കിലെ ഫോട്ടോകളിലടക്കം വ്യക്തമാകുന്നുണ്ട്. ഷാഫി പറമ്പിലിൻ്റെയും വി ടി ബൽറാമിൻ്റെയും പേര് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണനുണ്ണി ആ ഒറ്റപ്പാലത്ത് പ്രവർത്തിക്കുന്നത് എന്ന കാര്യവും വീട്ടമ്മ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അജിംഷാദ്.